Okay, hello students. Next, നമ്മുടെ problem നോക്കാം. Sketch the curve x equal to t cube and y equal to t square and find the equation of the tangent line at t equal to 1. What happens at t equal to 0? ഇതാണ് 3 ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ സ്കെച്ചിങ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഒന്നിലെ നിങ്ങൾക്ക് ടിക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്തിട്ട് ഇവിടെ ഇത് സ്കെച്ച് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരാമെട്രിക് ഇക്വേഷനിൽ നിന്ന് നമ്മുടെ കാർട്ടീഷ്യൻ ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ സാധാരണ ഗ്രാഫ് സ്കെച്ച് ചെയ്യുന്ന പോലെ ഇത് സ്കെച്ച് ചെയ്യാം. കുറച്ച് മൈനസ് വാല്യൂസ് കൊടുക്കുക, കുറച്ച് പ്ലസ് വാല്യൂസ് കൊടുക്കുക, സീറോയും കൊടുക്കുക, എന്നിട്ടത് സ്കെച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് എന്തായാലും എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൽ നിന്ന് ടി ഈക്വൽ ടു എക്സ് റേസ് ടു 1/3 ആണെന്ന് കിട്ടും. അപ്പോൾ അതിവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y ഈക്വൽ ടു എക്സ് റേസ് ടു 2/3 എന്ന് കിട്ടും. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ടി ഈക്വൽ ടു എക്സ് റേസ് ടു 1/3 അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ y ഈക്വൽ ടു എക്സ് റേസ് ടു 2/3 ആണ് അതിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് കിട്ടും. അപ്പോൾ എക്സിനും വൈക്കും ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്തിട്ട് എക്സിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുക, എക്സിന് കുറച്ച് മൈനസ് വാല്യൂസും സീറോയും കുറച്ച് പ്ലസ് വാല്യൂസും കൊടുത്താൽ ഇങ്ങനെ നമുക്ക് കർവ് സ്കെച്ച് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. കാൽക്കുലേറ്റർ നോക്കി വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് അത് ചെയ്താൽ മതി. പിന്നെ ചോദിച്ചേക്കുന്നത് ടാൻജന്റ് ലൈൻ്റെ ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാനാണ് ടി ഈക്വൽ ടു 1 ആകുമ്പോൾ. അപ്പോൾ ടി ഈക്വൽ ടു 1 ആകുമ്പോൾ നിങ്ങൾക്കറിയാം എക്സ് ഈക്വൽ ടു 1 ആൻഡ് വൈ ഈക്വൽ ടു 1 ആണ്. dx/dt എന്ന് പറഞ്ഞാൽ 3t² ആണ്. അത് ടി ഈക്വൽ ടു 1 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3 കിട്ടും. dy/dt എന്ന് പറഞ്ഞാൽ 2t ആണ്. അത് ടി ഈക്വൽ ടു 1 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 കിട്ടും. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ലൈൻ അത് പാരാമെട്രിക് ഇക്വേഷൻ തന്നെ. ഫസ്റ്റ് ആ ഇക്വേഷനില്ലേ എക്സും വൈയും വരുന്ന ഇക്വേഷൻ, അപ്പോൾ എക്സിലും വൈയിലും അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷനിൽ ആ ഫോർമുല യൂസ് ചെയ്ത് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഈ കണ്ടുപിടിച്ചിരിക്കുന്നത്. സ്ലോപ്പ് വേണമെങ്കിൽ 2/3 ആണെന്ന് എഴുതാം കേട്ടോ. പിന്നെ ടി ഈക്വൽ ടു 0 എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ടി ഈക്വൽ ടു 0 dx/dt 0 ആയിരിക്കും, dy/dt 0 ആയിരിക്കും. അവിടെ നമുക്കപ്പോൾ ടാൻജൻ്റ് ആയ dy/dx ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, 0/0 എന്ന് വരും. അപ്പോൾ അവിടെ ടാൻജന്റ് ലൈൻ ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് എഴുതി വെച്ചാൽ മതി. അതായിരുന്നു ലാസ്റ്റ് പ്രോബ്ലം ചെയ്യാനുണ്ടായിരുന്നത്. ഇവിടെ ഈ എക്സസൈസിൽ കുറേയധികം പ്രോബ്ലംസ് ഉണ്ട്. ഏതെങ്കിലും ഒരു 3-4 ചെയ്ത് നോക്കാം കേട്ടോ. ചെയ്ത് നോക്കണം, എന്നാലാണ് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ആ എക്സസൈസ് പ്രോബ്ലത്തിലെ ആൻസറും കൂടി ഞാനിവിടെ ഇട്ടത് നിങ്ങൾ നോക്കിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. അതിൻ്റെ പാത്ത് ഓഫ് മോഷനും ഇക്വേഷനും ഒക്കെ കാണിച്ചിട്ടുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത് ചെയ്ത് നോക്കുന്ന സമയത്ത് കിട്ടിയില്ലെങ്കിൽ ഇതിൻ്റെ ആൻസേഴ്സും കൂടി ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നോട്ടിൻ്റെ കൂടെ ഇടുന്നത്. നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. നോക്കി നോക്കുക കേട്ടോ. ആ ഗ്രാഫുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി നോക്കുക. അടുത്തത് ലെങ്ത് ഓഫ് പാരാമെട്രൈസ്ഡ് കർവ്സ് ആണ്. അപ്പോൾ എങ്ങനെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇക്വേഷൻ ആദ്യം നോക്കാം. സപ്പോസ് എ പാരാമെട്രിക് കർവ് സി ഈസ് ഗിവൺ ബൈ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി ആൻഡ് വൈ ഈക്വൽ ജി ഓഫ് ടി വേർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആൻഡ് എഫ് ഡാഷ് ഓഫ് ടി ആൻഡ് ജി ഡാഷ് ഓഫ് ടി എക്സിസ്റ്റ്. Then the length of the curve is given by L is equal to integral a to b root of f dash of t square plus g dash of t square dt. ഈ എയും ബിയും എന്ന് പറയുന്നത് ടിയുടെ വേരിയേഷൻ ആണ് കേട്ടോ. എ മുതൽ ടി വരെയാണ്, ബി വരെയാണ് ടി വാരി ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇൻറ്റഗ്രൽ എ ടു ബി dx/dt ഹോൾ സ്ക്വയർ പ്ലസ് dy/dt ഹോൾ സ്ക്വയർ dt എന്ന് എഴുതാം. രണ്ടും സെയിം തന്നെ. ഇതായിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ എന്ന് തോന്നുന്നു. ഇത് പഠിച്ചു വെച്ചോളൂ. ഇനി പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സർക്കിൾ ഓഫ് റേഡിയസ് 2 വിച്ച് ഈസ് ഗിവൺ ബൈ ദ പാരാമെട്രിക് ഇക്വേഷൻ എക്സ് ഈക്വൽ ടു 2 cos t plus 3 ആൻഡ് വൈ ഈക്വൽ ടു 2 sin t plus 4 വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. ഇതാണ് തന്നിരിക്കുന്ന കർവ്. ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കയ്യിൽ എക്സും ഉണ്ട് വൈയും ഉണ്ട്. ആദ്യം dx/dt കാൽക്കുലേറ്റ് ചെയ്യുക, പിന്നെ dy/dt കാൽക്കുലേറ്റ് ചെയ്യുക. ഫോർമുല ഒരു പ്രാവശ്യം എഴുതുക. ഇതിൽ കണ്ടോ ഫോർമുല എഴുതിയിട്ടില്ല, നിങ്ങൾ ഫോർമുല എഴുതിയിട്ട് ചെയ്യണം. പിന്നെ ടിയുടെ വേരിയേഷൻ 0 to 2π ആയതുകൊണ്ട് ഇവിടെയും ഇൻ്റഗ്രേഷൻ 0 to 2π വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സ്ക്വയർ ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് വരും. ഇതിൽ നിന്ന് കോമൺ ആയിട്ട് 4 ഔട്ട് സൈഡ് എടുക്കാം. എന്നിട്ട് 4 റൂട്ടിൻ്റെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ അത് 2 ആവും. ഇത് 1 ആയി പോകും. ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് 4π എന്ന് ആൻസർ കിട്ടും. ഓക്കെ, രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കർവ് എക്സ് ഈക്വൽ ടു ടി റേസ് ടു 8 വൈ ഈക്വൽ ടു ടി റേസ് ടു 4 ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ 1-3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഡെറിവേറ്റീവ്സ് ഫൈൻഡ് ചെയ്തു, ലെങ്ത്തിൻ്റെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നോക്കിയോക്കെ, ഇവിടെ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട്
ഇതിൽ നിന്ന് കോമൺ ആയിട്ട് ഇവിടെ 64 t⁻14 ഇവിടെ നമുക്ക് 16 t⁻5 ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു 16 t⁻6 രണ്ടിലും കൂടി ഒരു 60 ഇവിടെ t⁻6 ആണ് ഉണ്ടായിരിക്കുക. ഇവിടെ 14 t⁻14 64 ഇത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാം കേട്ടോ. 64 t⁻14 t⁻14 പ്ലസ് 16 t⁻6 ആണ് ഉണ്ടാവുക. അപ്പോൾ ഒരു 16 t⁻6 രണ്ടിൽ നിന്ന് ഔട്ട് സൈഡ് എടുക്കുക, അതിനെ റൂട്ടിന് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ അത് 4t³ ആവും. പിന്നെ ഇവിടെ ബാക്കി ഉണ്ടാവുക 4 t⁻6ഉം t⁻8ഉം ഇവിടെ 1ഉം ആണ് ബാക്കി ഉണ്ടാവുക. 4 t⁻8ഉം ഇവിടെ 1ഉം ആണ് ബാക്കി ഉണ്ടാവുക. നിങ്ങളത് എക്സ്പാൻഡ് ചെയ്ത് ഫോമിൽ എഴുതിയാലും മതിയാവും കേട്ടോ. അപ്പോൾ 4 t⁻8 പ്ലസ് 1 എന്നുള്ളതിനെ നമുക്ക് ഈ ഫോമിലേക്ക് പിന്നെ കൺവേർട്ട് ചെയ്യാം. അതായത് 2 t⁻4 ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്നുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. പിന്നെ അതിനെ ഈ ഒരു ഫോമിലേക്ക് ആക്കി മാറ്റാം. എന്നിട്ട് പുട്ട് u = 2 t⁻4. അപ്പോൾ du/2 = 4t³ dt വരും. അതിനനുസരിച്ചിട്ട് ലിമിറ്റ് ചേഞ്ച് ചെയ്ത് എഴുതുക. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് ഫോർമുല വരിക. ഫോർമുല ഇൻ്റഗ്രേഷൻ്റെ ഫോർമുലയാണ് കേട്ടോ, അത് പഠിച്ചു വയ്ക്കണം. ജസ്റ്റ് ലിമിറ്റ് പുട്ട് ചെയ്യുക, കാൽക്കുലേറ്ററിൽ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്ത ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് x = t sin t യും y = t cos t യും ആണ്. 0-4π ആണ് ഇൻ്റർവെൽ തന്നിരിക്കുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞ കണക്കിന് തന്നെ dx/dt യും dy/dt യും കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. അത് വേണമെങ്കിൽ ഒന്ന് നേരത്തെ ഫൈൻഡ് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. അതുകൊണ്ട് അവരൊന്ന് ഫൈൻഡ് ചെയ്ത് കുറേ ടൈംസൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും. ആ ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് 1 + t² എന്നുള്ളത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എളുപ്പമാണല്ലോ, അതുകൊണ്ടാണ്. ദെൻ ലെങ്ത്തിൻ്റെ ഫോർമുലയിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ അത് ഇങ്ങനെയാണ് വരിക. നിങ്ങൾ ഫോർമുലയ്ക്ക് എഴുതിക്കോളൂ കേട്ടോ. അപ്പോൾ അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഇതാണ് ഫോർമുല വരിക. തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ വന്ന പോലെ തന്നെ കൊടുത്തു, ലിമിറ്റൊക്കെ കൊടുത്തെഴുതി. തെറ്റാതെ എഴുതാം കേട്ടോ, കുറേ ടേംസ് ഉള്ളതുകൊണ്ട്. കാൽക്കുലേറ്ററിൽ വാല്യൂ ഫൈൻഡ് ചെയ്യുക. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി സ്പീഡാണ്. Let a point move according to the equations x = f of t and y = g of t. Then the speed of the point at a time t is. ഒരു പോയിൻ്റാണ് മൂവ് ചെയ്യണമെങ്കിൽ, ഈ കർവിന്മേലുള്ള ഒരു പോയിൻ്റാണ് മൂവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഇതാണ്. √dx/dt ഹോൾ സ്ക്വയർ പ്ലസ് dy/dt ഹോൾ സ്ക്വയർ. അതൊന്ന് ഓർത്തിരുന്നോളൂ കേട്ടോ. സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. എ പാർട്ടിക്കിൾ മൂവ്സ് അലോങ് എൻ എലിപ്റ്റിക്കൽ ട്രാക്ക് 4x² + y² = 4 according to the equations x = cos t and y = 2 sin t. When is the speed greatest? Where is it least? രണ്ട് ക്വസ്റ്റ്യൻ കൂടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കതിൻ്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ സ്പീഡ് എന്ന് പറയുമ്പോൾ x = cos t, y = z sin 2 sin t എന്നാണ് കേട്ടോ. z അല്ല, 2 sin t എന്നാണ്. അപ്പോൾ dx/dt യും dy/dt യും ഫൈൻഡ് ചെയ്യുക. സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് എപ്പോഴായിരിക്കും കൂടുതലായിരിക്കുക, എപ്പോഴായിരിക്കും കുറവായിരിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാല്യൂവിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കുക. √1 + 3 cos square t ആണ്. ഇത് മാക്സിമം ആയിരിക്കുക cos tയുടെ വാല്യൂ മാക്സിമം ആയിരിക്കുമ്പോഴാണ്. cos square tയുടെ വാല്യൂ മാക്സിമം ആയിരിക്കുമ്പോഴാണ്. cos square t നമുക്കറിയാം, കോസിൻ്റെ വാല്യൂ -1 മുതൽ +1 വരെയാണ് വാരി ചെയ്യുന്നത്. അപ്പോൾ -1ൻ്റെയും +1ൻ്റെയും ഇടയിൽ അത് മാക്സിമം സ്ക്വയർ മാക്സിമം വരുന്നത് അതിൻ്റെ വാല്യൂ +or-1 ആകുമ്പോഴാണ്. cos tയുടെ വാല്യൂ +or-1 ആകുമ്പോൾ cos square tയുടെ വാല്യൂ 1 ആയിട്ട് നിൽക്കും. അപ്പോഴാണ് അത് ഏറ്റവും മാക്സിമം വാല്യൂ ആയിട്ട് നിൽക്കുക. അതിൻ്റെ ഇൻബിറ്റ്വീനിലുള്ളതിൻ്റെയൊക്കെ സ്ക്വയർ അതിൻ്റെ വാല്യൂവിനേക്കാളും 1-നേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ എപ്പോഴാണ് ഈ cos tക്ക് +or-1 വാല്യൂ വരുന്നത് എന്നുള്ളത് നോക്കുക. അത് വരുന്നത് t = 0, π, 2π അങ്ങനെയുള്ള വാല്യൂസിലാണ്. അപ്പോൾ അതങ്ങനെ എഴുതി വയ്ക്കുക. ഇനി സ്പീഡ് എപ്പോഴാണ് ഏറ്റവും കുറവായിരിക്കുക? ഏറ്റവും കുറവായിരിക്കുക എന്ന് വെച്ചാൽ cos square tയുടെ വാല്യൂ ഏറ്റവും കുറവായിരിക്കുന്നത് ഇതിൻ്റെ വാല്യൂ 0 വരുമ്പോഴായിരിക്കും. അപ്പോൾ അത് 1 എന്നായി മാറും അല്ലേ? അപ്പോൾ എപ്പോഴൊക്കെയാണ് കോസ്റ്റിൻ്റെ വാല്യൂ 0 ആവണേ നോക്കുക. അതിൻ്റെ ഇടയിലൊന്നും അത് അതിലും ചെറുതാവില്ല. 0 വിട്ട് ഇനി അതിലേക്കും താഴേക്ക് പോവില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഏറ്റവും ചെറുതായിരിക്കുക 0 ആയിരിക്കുക. π/2, 3π/2, 5π/2 അങ്ങനെയുള്ള വാല്യൂസിലാണ്. അപ്പോൾ അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാം. ഇതാണ് വേണ്ടത്. അടുത്തതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്. The position xy of a blue
bulge in a cycle tire as it rolls down the street can be parameterized by the angle theta as shown in the figure. ഈ ടയറുമ്പോൾ ഒരു ബൾജ് ഉണ്ടായിരുന്നു, അത് ഈ ആംഗിൾ തീറ്റ വെച്ചിട്ട് കാണിച്ചിരിക്കുന്നതാണ്. ലെറ്റ് ദ റേഡിയസ് ഓഫ് ദ ടയർ ബി എ, റേഡിയസ് എ ആന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ക്യാൻ ബി വെരിഫൈഡ് by methods of a plane trigonometry that x equal to a theta minus a sin theta and y equal to a minus a cos theta. ഈ ഒരു കർവാണ് അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ആ കർവിനെ നമ്മൾ സൈക്ലോയിഡ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ, സൈക്ലോയിഡ്. അപ്പോൾ ആ കർവിൻ്റെ ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബൾജ് ഫോർ 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ 2π. അപ്പോൾ അതിൻ്റെ ഒരു റൊട്ടേഷൻ കഴിഞ്ഞ് വരുമ്പോൾ അത് എത്ര ദൂരം ട്രാവൽ ചെയ്തു എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. യൂസിങ് ദ ഐഡൻറ്റിറ്റി 1 മൈനസ് കോസ് തീറ്റ ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ഇത് നമ്മളോട് യൂസ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ദിസ് ഡിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ 2πa. ഇതിനേക്കാളും കൂടുതലാണ് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെരിഫൈ ചെയ്തിട്ട് വരാം. അപ്പോൾ ഡി ആണ് ഡിസ്റ്റൻസ്. ദ ഡിസ്റ്റൻസ് ഡി ഈസ് the arc length of the cycloid. Arc length ആണ്. Arc length of the cycloid for 0 less than or equal to theta less than or equal to 2π. അപ്പോൾ ഇത് സൈക്ലോയിഡ് ആണ്. ഇതിൻ്റെ മോഷൻ എന്നുള്ളത് കൊണ്ട് സൈക്ലോയിഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കറങ്ങി പിന്നെ അത് കുറച്ച് നീങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു സ്പ്രിങ് ലൈക്ക് ഫിഗറാണ് കേട്ടോ വരിക. ഇത് ഒരു കറക്കം കഴിയുമ്പോഴേക്കും ഈ ടയർ കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഇങ്ങനെ കറങ്ങി വന്നിട്ട് പിന്നെ ഇത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഒരു കോയിൽ പോലെയാണ് അതിൻ്റെ മോഷൻ വരിക കേട്ടോ സൈക്ലോയിഡിൻ്റെ. അപ്പോൾ ആ ഡിസ്റ്റൻസ് ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇത് തന്നെയാണ് ഫോർമുല വരുന്നത്. സ്പീഡ് വെച്ചിട്ട് തന്നെയാണ് ആ ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല നമ്മുടെ ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലയാണ്. അപ്പോൾ ആദ്യം സ്പീഡല്ല കേട്ടോ, ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. 0 to 2π ആണ്. dx by d theta ഹോൾ സ്ക്വയർ dy by d theta ഹോൾ സ്ക്വയർ. നമുക്ക് തന്നിരിക്കുന്ന എക്സിൽ നിന്ന് dx by d theta കണ്ടുപിടിച്ച് അതിൻ്റെ സ്ക്വയർ എടുക്കുക, dy by d theta കണ്ടുപിടിച്ച് അതിൻ്റെ സ്ക്വയർ എടുക്കുക. ഇതൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരാം. ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ പോകും കേട്ടോ. ബാക്കി ഇത് 1 മൈനസ് കോസ് തീറ്റ ഉണ്ടാവുള്ളൂ. ഒരു 1 മൈനസ് 2 കോസ് തീറ്റേനെ നമ്മൾ മാറ്റി എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു a √2 ഔട്ട് സൈഡൊക്കെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 മൈനസ് 2 കോസ് തീറ്റ എന്ന് വരും. അതിൽ നിന്ന് 2 ഔട്ട് സൈഡ് എടുത്ത് പിന്നെ ആ 2നെ റൂട്ടിന് പുറത്തെടുക്കും. അങ്ങനെയാണ് ഇത് ഇങ്ങനെയായിട്ട് മാറണത്. ഈ 1 മൈനസ് കോസ് തീറ്റേനെ 2 സൈൻ സ്ക്വയർഡ് തീറ്റ ബൈ 2 എന്ന് എഴുതാം. അപ്പോൾ വീണ്ടും ഒരു √2 പുറത്തെടുക്കാൻ പറ്റും. നമുക്കൊരു സൈൻ തീറ്റ ബൈ 2 കിട്ടും. സൈൻ തീറ്റ ബൈ 2 ഡി തീറ്റ. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 2a കിട്ടും. പിന്നെ ഈ സൈൻ തീറ്റ ബൈ 2നെ ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ മൈനസ് 4a കോസ് തീറ്റ ബൈ 2 വിത്തിൻ ദ ലിമിറ്റ് 0 to 2π. ഇത് കാൽക്കുലേഷൻ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അത് ചെയ്ത് വരുമ്പോൾ നമുക്ക് 8a ആണ് അതിൻ്റെ ഡിസ്റ്റൻസ്. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സൈക്ലോയിഡിൻ്റെ ലെങ്ത് ആണ്. കണ്ടോ, അതെ സൈക്ലോയിഡിൻ്റെ ഫിഗർ ഞാൻ പറഞ്ഞില്ലേ, ഒരു കോയിൽ പോലെ വരുന്ന ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ മോഷൻ കോയിൽ പോലെയല്ല, ഈ മോഷൻ ഇങ്ങനെയല്ല. മോഷൻ വരുമ്പോൾ അതാ ഇങ്ങനെയാണ് ആ സൈക്ലോയിഡിൻ്റെ ഫിഗർ വരുന്നത്. കോയിൽ പോലെയല്ല, അതാ ഇങ്ങനെ ഇവിടെ വരെ വരും. പിന്നെ വീണ്ടും ഇങ്ങനെ പോവും. ഈ ഷേപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കണ്ടോ, ഇതിങ്ങനെ വന്ന് സൈക്കിളിൻ്റെ ആ ടയറും കൂടെ മൂവ് ചെയ്യല്ലേ, അപ്പോൾ അത് ഇങ്ങനെ പോവും. പിന്നെ വീണ്ടും ഇതേ ഷേപ്പ് ഇവിടെ റാ പോലെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഷേപ്പ് വരുന്നത്. അതിൻ്റെ ആ ഒരു ആർക്ക് ലെങ്ത് ആണ്. അപ്പോൾ ഒരു റൊട്ടേഷൻ കഴിയുമ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെയാണ് ഇതിൻ്റെ ഈ ഒരു ആർക്ക് ലെങ്ത് ആണ് അത് ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക. ആ ഡിസ്റ്റൻസ് ആണ് ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഈ ഡിസ്റ്റൻസ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ആർക്കിൻ്റെ ലെങ്ത്ത്. ഇനി നമ്മളോട് രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. Draw the figure of one arch of the cycloid and superimpose the circle of radius a with center at pi a comma a together with the line segment 0 less than or equal to x less than or equal to 2πa on the x-axis. Show that the three enclosed areas are each pi a square. അതും കൂടെ ഒന്ന് ഷോ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഫിഗർ വരയ്ക്കുക. പിന്നെ ഏരിയ ഇത് എ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 to 2π y dx ആണ് വരിക. എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ 0 to 2π y ഇൻറ്റു dx ബൈ d തീറ്റ എന്ന് അതിനെ എഴുതാം. ഇതിൽ നിന്ന് വൈയുടെ വാല്യൂം dx ബൈ d തീറ്റയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കാൽക്കുലേഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കുക, സിംപ്ലിഫൈ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ 3πa സ്ക്വയർ എന്ന് കിട്ടും, വിച്ച് ഈസ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ ഈസ് πa സ്ക്വയർ. അപ്പോൾ അതിൻ്റെ
3 ടൈംസ് ആണ് ഇവിടെ നമുക്ക് കിട്ടിയത് എന്നുള്ളത് മനസ്സിലാവും. സോ ബൈ ദ സിമെട്രി